നമസ്കാരം. ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പിന്നീട് 3-3.5 മാസത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ച് തിരികെ നാട്ടിലേക്കെത്തിയ മുൻ നാവികസേന ഉദ്യോഗസ്ഥർ അവരുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പല ചർച്ചകളും സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതായത് ഖത്തർ പോലുള്ള ഒരു രാജ്യത്തു നിന്നും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട, അതും ചാരവൃത്തിക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളെ, പൗരന്മാരെ ആ രാജ്യം രക്ഷിച്ചു കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും ലോകത്തിന് തന്നെ, ലോകത്തിലെ ഒന്നാംകിട രാജ്യങ്ങൾക്ക് പോലും, ലോകത്തിൽ വലിയ സ്വാധീന ശക്തിയുള്ള രാജ്യങ്ങൾക്ക് പോലും അസാധ്യമായ ഒരു കാര്യമാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. ആ ഒരു രീതി വെച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ആ ഒരു മാനദണ്ഡം വെച്ച് അളന്നു കഴിഞ്ഞാൽ തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒരു വലിയ നേട്ടം തന്നെയാണ് ഇത്. പക്ഷേ ഈ നേട്ടത്തിൻ്റെ ക്രെഡിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നമ്മുടെ രാജ്യത്തിനും പോകരുത് എന്ന ഷാഠ്യമുള്ള, അല്ലെങ്കിൽ എന്ന നിർബന്ധമുള്ള ചില ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ മറ്റൊരു പ്രചരണം നടത്തുന്നുണ്ട്. അതായത് ഖത്തറിനോട് നന്ദി പറയാം, അതായത് ഇന്ത്യ ഒന്നും ചെയ്തിട്ടല്ല, ഖത്തറിൻ്റെ ദയാദാക്ഷിണ്യം കൊണ്ടാണ് ഇവരെ വിട്ടുകിട്ടിയത് എന്ന ഒരു രീതിയിലേക്ക് മാറ്റുക. ഇതിൻ്റെ നേട്ടം, ഈ നേട്ടത്തിൻ്റെ ക്രെഡിറ്റ് അത് സർക്കാരിനോ നരേന്ദ്രമോദിക്കോ പോകരുത് എന്ന് നിർബന്ധമുള്ളവരാണ് ഇത്തരത്തിലുള്ള ചില പ്രചരണങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ ഈ പ്രചരണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ മോചിതരായ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ. ഇതിലൊരാളായ ക്യാപ്റ്റൻ സൗരവ് വശിഷ്ഠിൻ്റെ ഭാര്യ മാനസ വശിഷ്ഠിൻ്റെ വാക്കുകളാണ് കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളിലൊക്കെ ചർച്ചാ വിഷയമായത്. അതായത് വളരെ ബുദ്ധിമുട്ടേറിയ, അല്ലെങ്കിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഞങ്ങൾ ആ ദിവസങ്ങളിൽ കടന്നുപോയത്. അതായത് ഭർത്താവ് അടങ്ങുന്ന ഒരു 8-അംഗ സംഘത്തെ ഖത്തർ പോലീസ് പിടികൂടുന്നു, 2022 പിടികൂടുന്നു, 2023 വധശിക്ഷയ്ക്ക് വിധിക്കുന്നതോടുകൂടി കുടുംബത്തിൻ്റെ ആശങ്ക അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തലത്തിലേക്ക് ഉയരുകയാണ്. അവർ ദോഹയിൽ താമസിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും തങ്ങളുടെ ആളുകളെ, തങ്ങളുടെ ബന്ധുക്കളെ എങ്ങനെയെങ്കിലും മോചിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ആരായുകയാണ്. അവരോടൊപ്പം തന്നെ ഇന്ത്യയുടെ എല്ലാവിധ സന്നാഹങ്ങളുമുണ്ട്. ഭാരത സർക്കാർ മുഴുവൻ ഈ കുടുംബാംഗങ്ങളോട് ഒപ്പമുണ്ടായിരുന്നു. അവർ മുന്നിൽ നിന്നുകൊണ്ടാണ്, ഭാരത സർക്കാർ മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയത് എന്ന് അവർ പറയുന്നുണ്ട്. ദോഹയിൽ താമസിച്ച് ഇതുമായിട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒരു ഉറപ്പ് തങ്ങൾക്ക് തന്നിരുന്നു. ഒരു പോറൽ പോലും ഏൽക്കാതെ ഈ മുൻ നാവികരെ നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ കൊണ്ടുവരും എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് ഇന്ന് അവർ പാലിച്ചിരിക്കുന്നു എന്ന് വളരെ അഭിമാനത്തോടു കൂടി ഇദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും പറയുകയാണ്. ഏറെ സന്തുഷ്ടിയോടുകൂടി, അഭിമാനത്തോടുകൂടി അവർ ഭാരത സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തുകയായിരുന്നു. അതായത് എങ്ങനെയും ഞങ്ങളെ രക്ഷിക്കുക എന്നത് തന്നെയായിരുന്നു ഭാരത സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ ഏത് നടപടികളിലൂടെയും, ഏത് വഴികളിലൂടെയും സഞ്ചരിക്കാൻ അവർക്ക് മടിയുണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഫോറിൻ സെക്രട്ടറിയുടെയും വിദേശകാര്യ മന്ത്രിയുടെയും നേരിട്ടുള്ള ഇടപെടലുകൾ അത് തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു എന്ന് ആ കുടുംബാംഗങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട്. അതായത് തിങ്കളാഴ്ച അതിരാവിലെ ഏതാണ്ട് 2:35 കൂടിയാണ് മാതൃരാജ്യത്തേക്ക് ഈ തടവിലായിരുന്ന 8 നാവികരിൽ 7 പേരും സുരക്ഷിതമായി ഒരു പ്രൈവറ്റ് വിമാനത്തിൽ പറന്നിറങ്ങുന്നത്. ഇനി ഒരാൾ അവിടെ ബാക്കിയുണ്ട്. അയാളുടെ ഈ ഡോക്യുമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. അദ്ദേഹത്തെയും എത്രയും വേഗം നാട്ടിൽ തിരിച്ചെത്തിക്കും എന്ന് സർക്കാർ പറയുന്നുണ്ട്. എന്തായാലും ഈ തിരിച്ചെത്തിയ നാവികരും അവരുടെ കുടുംബാംഗങ്ങളും പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കാരണം അവരെല്ലാം ഇന്ത്യൻ സർക്കാരിൻ്റെ നടപടിക്രമങ്ങളെ, അല്ലെങ്കിൽ ആ ശ്രമങ്ങളെ വളരെയധികം അഭിമാനത്തോടുകൂടി പുകഴ്ത്തുകയാണ്. മറ്റു ചില ചർച്ചകളുമൊക്കെ ഇതിനിടയിൽ നടക്കുകയുണ്ടായി. അതായത് ഈ റെസ്ക്യൂ ഓപ്പറേഷന് പിന്നിൽ മറ്റാരുമല്ല, ഷാരൂഖ് ഖാനാണ് എന്നൊരു അഭിപ്രായം കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നിരുന്നു. അതായത് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ആ ഒരു അഭിപ്രായം ഉയർത്തിയത്. പക്ഷേ മണിക്കൂറുകൾക്കകം തന്നെ ഷാരൂഖ് ഖാൻ അത് തള്ളി പറഞ്ഞത് വസ്തുതാ വിരുദ്ധമാണ്, താനല്ല അതൊക്കെ ചെയ്തത്, അതെല്ലാം ചെയ്തത് നേതാക്കന്മാരാണ് എന്ന് ഷാരൂഖ് ഖാൻ തുറന്നടിച്ചു. അതോടുകൂടി ആ അധ്യായവും അവസാനിക്കുകയാണ്. തീർച്ചയായും വലിയ തലത്തിലുള്ള, ഉന്നത തലത്തിലുള്ള നയതന്ത്ര ഇടപെടൽ
ഇടപെടലുകൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും നേരിട്ടിടപെട്ട നയതന്ത്ര ഇടപെടലുകളാണ് ഈ മുൻ നാവികരുടെ മോചനത്തിലേക്ക് വഴിവെച്ചത് എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ നമുക്ക് മനസ്സിലാകും. പക്ഷേ അതിനിടയിൽ ചില അവസരങ്ങൾ ഉണ്ടാക്കാനും ചർച്ചകൾ വഴിതിരിച്ചുവിടാനും നേട്ടങ്ങളെ ഇല്ലാതാക്കാനുമുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ തിരികെ വന്ന നാവികരും അവരുടെ കുടുംബാംഗങ്ങളും വളരെ കൃത്യമായി തന്നെ സർക്കാരിൻ്റെ ഇടപെടലുകളെ എടുത്തു പറയുന്നുണ്ട്. 8 പേരാണ് അവിടെ ചാരവൃത്തി ആരോപിക്കപ്പെട്ട് പിടിയിലായത്. ക്യാപ്റ്റന്മാരായിട്ടുള്ള നവതേജ് സിംഗ്, അതുപോലെ തന്നെ ക്യാപ്റ്റൻ സൗരഭ് വശിഷ്ഠ്, കമാൻഡർമാരായ പൂർണേന്ദു തിവാരി, അമിത് നാഗ്പാൽ, SK ഗുപ്ത, BK വർമ്മ, സുഗുണാകർ പക്കാല തുടങ്ങിയവർ, അതോടൊപ്പം സെയിലറായിട്ടുള്ള രാകേഷ് എന്നിവരാണ് ഇപ്പോൾ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുള്ളത്. കമാൻഡർ തിവാരി ഇപ്പോഴും ഖത്തറിൽ തുടരുകയാണ്. ഈ രേഖകൾ, അതുമായി ബന്ധപ്പെട്ട ചില പെൻഡിങ് വർക്കുകൾ അത് പൂർത്തിയായാൽ ഉടൻ തന്നെ നാട്ടിലേക്ക് അദ്ദേഹവും തിരികെ വരും എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.